ഓണാവധിക്ക് കേരളത്തിലെത്താൻ ഒരുങ്ങുന്ന ബംഗളൂരു മലയാളികൾക്ക് ഇരുട്ടടിയായി സ്വകാര്യ ബസ്സുകളുടെ കൊള്ള. ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഇരട്ടിയിൽ കൂടുതലാണ് ടിക്കറ്റ് നിരക്ക്. ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കാത്തതോടെ വലിയ തുക മുടക്കി ഓണം ആഘോഷിക്കാൻ എത്തേണ്ട അവസ്ഥയിലാണ് ബംഗളൂരു മലയാളികൾ. ഓണാവധിക്ക് ബംഗളൂരുവിലെ മലയാളികൾക്ക് നാട്ടിലെത്താൻ എന്താണ് മാർഗം? മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമേ ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. വിമാന നിരക്കാണെങ്കിൽ താങ്ങാവുന്നതിലും അപ്പുറമാണ്. കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകളിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. പതിവ് തെറ്റിക്കാതെ ഉത്സവ സീസണിലെ സ്വകാര്യ ബസ്സുകളുടെ പരസ്യക്കൊള്ള തുടരുകയാണ്. ഓൺലൈനിലെ ടിക്കറ്റ് നിരക്ക് മാത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. ഈ മാസം 10 വരെ ബംഗളൂരു എറണാകുളം റൂട്ടിൽ ടിക്കറ്റ് നിരക്ക് 700 മുതൽ 1500 രൂപ വരെയാണ്. എന്നാൽ 10-ന് ശേഷം അത് 2500 മുതൽ 4500 രൂപ വരെയായി വർദ്ധിക്കും. ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ നിലവിൽ 1500 മുതൽ 2000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. ഈ മാസം 10-ന് ശേഷം 4000 മുതൽ 5000 രൂപ വരെയാണ് നിരക്ക്. കോഴിക്കോട്ടേക്കും കണ്ണൂരേക്കും സമാനമാണ് സാഹചര്യം. ഓണത്തോടടുത്തുള്ള ദിവസങ്ങളിൽ ഇരട്ടിയിൽ കൂടുതലാണ് നിരക്ക് വർധന. ഓണം അടുക്കുമ്പോൾ 3000 വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2500, 3000 വരെ. ഒരു സീസൺ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ടിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ പിന്നെ പറഞ്ഞ പൈസയായിരിക്കും. ഒരു ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി ഇതിന് ഉണ്ടാക്കേണ്ടത് എന്തായാലും ആവശ്യം തന്നെയാണ്. അവർക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആളുകൾ എന്തായാലും പൈസ കൊടുത്ത് പോകുന്ന അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവരെന്തായാലും കൂട്ടും, ആളുകൾ അതിന് റെഡിയാവും. അതുകൊണ്ട് അവർ പക്ഷെ ഒരു മിനിമം കട്ട് ഓഫ് എങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ടിക്കറ്റ് നിരക്ക് വർധനയെക്കുറിച്ച് ട്രാവൽസ് പ്രതിനിധികൾ പറയുന്നത് ഇങ്ങനെ: എല്ലാ സീസണിലും ഉണ്ടാവും റേറ്റ്. അത്ര ജാസ്തി ഒന്നും കൂടുതലൊന്നുമില്ല, കുറവാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. ഏകദേശം ഒരു 1200, 1500 എന്നുള്ള ഒരു ഇതിലേ വരുള്ളൂ. കേരളത്തിലേക്കും തിരിച്ചു ബംഗളൂരുവിലേക്കുമായി കേരള RTC 58 സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 10-ാം തീയതി കഴിഞ്ഞുള്ള ടിക്കറ്റുകൾ ഭൂരിഭാഗവും ഇതിനകം വിറ്റഴിഞ്ഞു. ഉത്സവ സീസണുകളിൽ അല്പം നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനോട് ആർക്കും എതിർപ്പില്ല. എന്നാൽ ഇരട്ടിയും 2 ഇരട്ടിയും 3 ഇരട്ടിയുമായുള്ള കൊള്ള അവസാനിപ്പിക്കണം. ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.